കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായ ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ പര്യായ നാമമാണ് അരീക്കോട് മജ്മഅ്. കേരളത്തിൽ ഇന്ന് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ദഅ്വ കോളേജ് പ്രസ്ഥാനത്തിന്റെ വിജയകരമായ ആദ്യ പരീക്ഷണമായിരുന്നു മജ്മഅ്. ഉന്നതരായ ഗുരുശ്രേഷ്ഠർ ഉഴുതുമറിച്ച മേഖലകളിൽ പരിഷ്കരണത്തിന്റെയും ആധുനികതയുടെയും വിഷവിത്തുകൾ വീണപ്പോഴാണ് പ്രതിരോധത്തിന്റെ രൂപമായി അരീക്കോട് മജ്മഅ് എന്ന ആശയം ജനിക്കുന്നത്. ആത്മീയ വിദ്യാർത്ഥികളും ഭൗതിക വിദ്യാർത്ഥികളും പരസ്പരം പുച്ഛത്തോടെ നോക്കിയിരുന്ന കാലത്താണ് അരീക്കോട് മജ്മഅ് സമന്വയത്തിന്റെ വഴിയന്വേഷിച്ചത്. ഭൗതിക വിദ്യാഭ്യാസം മതനിഷേധത്തിലേക്കുള്ള വഴിയായി വിദ്യാർത്ഥികൾ കാണുന്ന സാഹചര്യത്തിലാണ് അവരിൽ മാറ്റത്തിന്റെ വഴി മജ്മഅ് തുറന്നത്. ശാസ്ത്രത്തിലും ടെക്നോളജിയിലുമുണ്ടായ വളർച്ച പാരമ്പര്യ അറിവുകളെ അവഹേളിച്ചപ്പോഴാണ് പുതിയ അറിവന്വേഷണവുമായി സിദ്ദീഖിയ ദഅ്വ കോളേജ് വളർന്നുവന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൊന്നാനിയിലെ വൈജ്ഞാനിക നവോത്ഥാനത്തിനും ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനു ശേഷം കേരള മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായക ദിശയാണ് അരീക്കോട് മജ്മഅ് ദഅ്വ കോളേജ് കുറിച്ചിട്ടത്. പരസ്പരം ഏറ്റുമുട്ടി നിന്നിരുന്ന വിദ്യാഭ്യാസ മേഖലകൾ കൈകോർത്തു നീങ്ങുന്ന കാഴ്ച മജ്മഅ് സാധ്യമാക്കി. SSLCക്കു ശേഷം 10 വർഷത്തെ സിലബസാണ് ദഅ്വ കോളേജ് ആസൂത്രണം ചെയ്തത്. കേരളത്തിലെയും പുറത്തെയും ഉന്നത ഭൗതിക സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ വിദ്യാർത്ഥികളെ മജ്മഅ് ദഅ്വ കോളേജ് പുറത്തുവിട്ടു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും കോളേജുകളിലും ഇസ്ലാമിക പണ്ഡിതവേഷധാരികളെ കണ്ട പൊതുസമൂഹം ആദ്യം കണ്ണുചുളിച്ചെങ്കിലും മറ്റു വിദ്യാർത്ഥികളെ വെല്ലുന്ന അവരുടെ അറിവും പ്രതിഭയും തിരിച്ചറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. സാഹിത്യവും സയൻസും സാമ്പത്തിക ശാസ്ത്രവുമെല്ലാം കൈപ്പിടിയിലൊതുക്കിയ യുവ പണ്ഡിതർ പുതിയ കാലത്തോട് മുഖാമുഖം നിന്ന് നവചരിത്രം കുറിച്ചു. അപ്പോഴും ഇസ്ലാമിന്റെ പാരമ്പര്യ അറിവുകളിൽ ഒരു കുറവും ഇവരിൽ വന്നില്ല. കേരളത്തിലെ പള്ളി ദർസുകളിൽ ഓതി പഠിപ്പിച്ചിരുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നു തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക സത്തയെ ഇവർ ആവാഹിച്ചു, പ്രഗത്ഭരായ ഗുരുനാഥരിൽ നിന്ന്. കേരളത്തിലെ പരമ്പരാഗത സുന്നികളിൽ നവോത്ഥാനത്തിന്റെ തളിരുകളാണ് അരീക്കോട് മജ്മഅ് വിടർത്തിയത്. സാഹിത്യത്തിലും പ്രബോധന സംരംഭങ്ങളിലും ആശയ സംവാദങ്ങളിലും വൈജ്ഞാനിക സംരംഭങ്ങളിലും മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് ദഅ്വ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ പ്രബോധകർ സൃഷ്ടിച്ചത്. ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത്, മതപഠന രംഗത്ത് ഒരു വഴിത്തിരിവായിരുന്നു അരീക്കോട് മജ്മഅിന്റെ തുടക്കം. ഇന്ന് സിദ്ദീഖിയ ദഅ്വ കോളേജ് എന്നറിയപ്പെടുന്ന മജ്മഅ് അരീക്കോട് എന്ന് വ്യാപകമായി അറിയപ്പെടുന്ന ഈ സ്ഥാപനം മതവിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഔദ്യോഗികമായി നൽകുന്ന ഒരു സ്ഥാപന ശൃംഖലയുടെ തുടക്കമാണ് ഉണ്ടായത്. ആദ്യ ബാച്ചുകളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ തന്നെ കേരളത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ പുറം മലയാളി സമൂഹത്തിന്റെ മേഖലകളിൽ പൊതുവെയും വലിയ സേവനങ്ങളാണ് അർപ്പിച്ചു വരുന്നത്. പ്രസംഗരംഗത്തും ഗ്രന്ഥരചനാരംഗത്തും മറ്റ് കലാ സാഹിത്യ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിത പ്രതിഭകളുടെ പ്രകടനം ഈ സ്ഥാപനത്തിന്റെ മികവിനെ പുറം ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഇന്ന് പൊതുമണ്ഡലത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയാനും കൃത്യമായി എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ അരീക്കോട് മജ്മഅിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റിസാലയെ സംബന്ധിച്ചിടത്തോളം റിസാല കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ നടത്തുന്ന സംവാദങ്ങളിൽ ഏറ്റവും നല്ല ദഅ്വ വിദ്യാർത്ഥികളിൽ നിന്ന് വന്ന എഴുത്തുകളിൽ ഏറ്റവും മികച്ചത് പലപ്പോഴും മജ്മഅിൽ നിന്നിറങ്ങിയ പല വിദ്യാർത്ഥികളുടേതുമായിരുന്നു. ഫൈസൽ ഹസനി രണ്ടത്താണി, ഫൈസൽ ഹസനി ഉളിയിൽ പോലെയുള്ളവരുടെ രചനകൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് IPBയുടെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്ന് ഫൈസൽ ഹസനി രണ്ടത്താണി എഴുതിയ നിങ്ങളുടെ പ്രവാചകൻ എന്ന പുസ്തകമായിരുന്നു. ഇക്കഴിഞ്ഞ വർഷവും IPBയുടെ കേരളത്തിലെ ഇന്ന് ഏറ്റവും മികച്ച ഒരു പ്രസാധനാലയമായി മാറിയ IPBയുടെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലറുകളിലൊന്നും ഫൈസൽ ഹസൻ രണ്ടത്താണിയുടെ അദ്ദേഹത്തിൻ്റെ ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. അതേപോലെ സർ സയ്യിദ് കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്ന ഫൈസൽ ഹസനി ഉളിയിൽ
റിസാലയിൽ എഴുതുന്ന പല ലേഖനങ്ങളും പൊതുസമൂഹത്തിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഒത്തിരി ആളുകൾ വളരെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും പ്രഭാഷകരുമാണ്. അവരിൽ എൻ്റെ വായനക്കാരുമുണ്ട്. മജ്മയുടെ 2 പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ എഴുത്ത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഫൈസൽ അസ്സാനി ഉളിയിലും ഫൈസൽ അസ്സാനി രണ്ടത്താണി. ഇതിൽ ഫൈസൽ അസ്സാനി രണ്ടത്താണിയുടെ ഒരു പുസ്തകം ഈയിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉംറ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഞാനീയിടെ വായിക്കേണ്ടായി. അസാധാരണമായിട്ടുള്ള ഒരു ഭാഷയാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാഷയും ഭാവനയും അവബോധവുമാണ് ആ ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടത്. അതുപോലെ ഫൈസൽ ഹസനി ഉളിയിൽ എഴുതുന്ന ലേഖനങ്ങൾ, ഈ 2 പേരും മജ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ അവരുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയും അവബോധവും എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മജ്മ എന്ന് പറയുന്ന പഠന കേന്ദ്രത്തിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങൾ തന്നെയായിരിക്കണം, യാതൊരു സംശയവുമില്ല. അരീക്കോട്ടെയും സമീപ പ്രദേശങ്ങളിലെയും നിഷ്കളങ്കരായ ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ആലോചനയിൽ നിന്നാണ് മജ്മഇന്റെ പിറവി. അരീക്കോട് ഒരു സുന്നി ആസ്ഥാനം എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. 1985 ഈ തറവാട് വീടിന്റെ ഒരു ഭാഗം വാങ്ങി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്ഥാപനത്തിന് മുന്നോട്ടു പോകാൻ സാമ്പത്തികമായും ആശയപരമായും ഒട്ടേറെ വിഭവങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് SSF സംസ്ഥാന കമ്മിറ്റി സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നത്. മതഭൗതിക വിദ്യാർത്ഥികളുടെ സമന്വയ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് SSF ആർട്സ് കോളേജുകൾ ആരംഭിക്കാൻ പദ്ധതിയിട്ട സമയമായിരുന്നു അത്. മജ്മഉ ദഅവത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ പുതിയ കമ്മിറ്റിക്ക് കീഴിൽ സ്ഥാപനം മുന്നോട്ടു നീങ്ങി. 1989 ക്രസന്റ് ആർട്സ് കോളേജ് ആരംഭിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന് കരുത്തേകുന്ന ഒരു സംരംഭം അരീക്കോട് അനിവാര്യമാണെന്ന് അരീക്കോടും പരിസരങ്ങളിലുമുള്ള ആളുകൾ അഭിപ്രായപ്പെടുകയും അതിനുവേണ്ടി അവർ പരിശ്രമം നടത്തുകയും ചെയ്തപ്പോൾ അത് പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക് സർവീസ് സെന്റർ മജ്മഉ ദഅവത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി അരീക്കോടും ഇരിങ്ങല്ലൂരിലും ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി. അതിൽ 2 സ്ഥലത്തും ഇപ്പോൾ വളരെ ഭംഗിയായി സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരീക്കോട് മജ്മഉ ദഅവത്തുൽ ഇസ്ലാമിയ ഒരു ഉന്നത സ്ഥാപനമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി തന്നിട്ടുണ്ട്. SSFന്റെ സ്റ്റേറ്റ് ഓഫീസ് ഉൾക്കൊള്ളുന്ന സ്റ്റുഡൻസ് സെന്ററിന്റെ പ്രവർത്തനവും അതിനോടനുബന്ധിച്ച് തന്നെയാണ് ആരംഭിച്ചതും പ്രവർത്തിച്ചിട്ടുള്ളതും. അന്ന് പല ഭാഗങ്ങളിലുമുള്ള നല്ലവരായ ആളുകളുടെ സഹായത്തോടുകൂടിയാണ് അരീക്കോട് വാങ്ങിയിരുന്ന കെട്ടിടവും സ്ഥലവും രജിസ്റ്റർ ചെയ്തിരുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിപ്പിച്ചു കൊണ്ടുവന്നതും. 1990 ആർട്സ് കോളേജിൽ ഇസ്ലാമിക വിഭാഗം തലവനായി ബഷീർ ഫൈസി വെണ്ണക്കോട് നിയോഗിക്കപ്പെട്ടു. ബഷീർ ഫൈസിയുടെ നേതൃത്വത്തിൽ ദാവാ കോളേജ് എന്ന പുതിയ സംരംഭത്തിനായുള്ള ഗൗരവമായ ആലോചനകൾ സജീവമായി. ഒട്ടേറെ ആശങ്കകൾക്ക് നടുവിൽ പുതിയൊരു വിപ്ലവത്തിന്റെ തുടക്കമായി മജ്മഉ ദഅവാ കോളേജ് 1992 യാഥാർത്ഥ്യമായി. മതവിദ്യാർത്ഥികളിൽ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് നേടിക്കൊടുക്കുകയും അത് സമൂഹത്തിന് ഉപകരിക്കുന്ന തലത്തിലേക്ക് പരിവർത്തിച്ച് എടുക്കാൻ എങ്ങനെ കഴിയും എന്നതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ദഅവാ കോളേജിന്റെ തുടക്കം. അരീക്കോട് മജ്മഅയിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദിന്റെ ആശയത്തിൽ നിന്നാണ് ഈ കാര്യം ആദ്യമായി രൂപപ്പെടുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ആശങ്കകൾ ഇല്ലാതിരുന്നിട്ടില്ല. ഇതില് കേവലം ലുഗത്ത് മാത്രം അറിയുന്ന ഒരു തലമുറ, അത് പണ്ഡിതന്മാരുടെ അവരുടെ ആ പഴയ കാലത്തുള്ള പ്രതാപത്തിന് കേവല വേഷവിധാനങ്ങളിലൂടെ മാത്രം ഉപരിപ്ലവമായിട്ടുള്ള ഒരു മതവിദ്യാഭ്യാസം നിലനിൽക്കുകയും ഭൗതിക വിദ്യാർത്ഥികളെ മതവിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുന്നതിന് പകരം മതവിദ്യാർത്ഥികളെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്ന ഒരു ആശങ്കയും ഇല്ലാതിരുന്നിട്ടില്ല. പക്ഷേ പരിപൂർണമായും അത് ഇല്ല എന്ന് മാത്രമല്ല,
മതവിദ്യാർത്ഥികൾ ഈ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നതോടെ വളരെ നല്ല രൂപത്തിൽ സമൂഹത്തിൽ അവർക്ക് ഏറ്റവും നല്ല ദഅവത്ത് നടത്താൻ കഴിഞ്ഞു എന്നതാണ് ദഅവ കോളേജുകളുടെ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങി കേരളത്തിലെ മഖ്ദൂമുമാരിലൂടെ വികസിക്കുന്ന പാരമ്പര്യത്തെ സ്മരിച്ചാണ് മജ്മഅ ദഅവ കോളേജിന് സിദ്ദീഖിയ ദഅവ കോളേജ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ദീർഘദർശനവും പാണ്ഡിത്യവുമുള്ള ഉസ്താദുമാരുടെ ശിക്ഷണത്തിലാണ് ഇന്ന് സിദ്ദീഖിയ ദഅവ കോളേജ് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം സർഗാത്മകമായ മുന്നേറ്റങ്ങൾക്കും ദഅവ കോളേജ് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. നവസാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠന രീതികൾ ആവിഷ്കരിച്ചാണ് മജ്മഅയിലെ അധ്യാപനം. ഗവേഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ വിശാലമായ ചിശ്തിയ കുത്തുബ്ഖാനയും ലൈബ്രറിയും അറിവിന്റെ അനന്തവാതായനങ്ങൾ തുറന്നിടുന്നു. പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് ഇസ്ലാമിക ഭൂമികയിൽ നിന്ന് ഉത്തരങ്ങൾ നൽകാൻ പ്രത്യേക ഗവേഷകരെ നിർണയിച്ച് പ്രഗത്ഭ ഫാക്കൽറ്റിക്കു കീഴിൽ ദാറുൽ ഹിക്മ എന്ന പേരിൽ ഗവേഷണ കൂട്ടായ്മ പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ്, അറബി, ഉറുദു തുടങ്ങിയ ഭാഷകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചാണ് ഓരോ വിദ്യാർത്ഥിയും ദഅവ കോഴ്സ് പൂർത്തിയാക്കുന്നത്. എഴുത്ത്, വായന, ചിന്ത തുടങ്ങി ക്രിയാത്മക മുന്നേറ്റങ്ങൾക്കുള്ള പരിശീലന കളരിയാണ് സിദ്ദീഖിയ ദഅവ കോളേജ്. സമസ്തക്കു കീഴിലെ ദഅവ കോളേജുകളുടെ പൊതുസംരംഭമായ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ അംഗീകാരത്തോടെയാണ് 2010 മുതൽ സിദ്ദീഖിയ ദഅവ കോളേജ് പ്രവർത്തിക്കുന്നത്. ജാമിയത്തുൽ ഹിന്ദിന്റെ ആദ്യ ബിരുദദാന സമ്മേളനത്തിൽ 114 വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചപ്പോൾ അതിൽ 36 പേരും സിദ്ദീഖിയ ദഅവ കോളേജിലെ പണ്ഡിതരായിരുന്നു. ഇവിടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ മുത്തവ്വൽ ബിരുദം നൽകുന്ന സിസ്റ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലയളവിനുള്ളിൽ തന്നെ അവർ ഭൗതിക തലത്തിൽ PG, അത് വ്യത്യസ്ത മേഖലകളിൽ, ലിറ്ററേച്ചറിൽ, അതുപോലെ ഫിലോസഫി, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ PG എടുക്കുകയും ശേഷം കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സിദ്ദീഖി എന്ന ബിരുദം നൽകി അവരെ പുറത്തിറക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് തുടർ പഠനങ്ങൾക്ക് അവർക്ക് അവസരം നൽകുന്നുണ്ട്. മറ്റു ഭൗതിക തലങ്ങളിലും ഇസ്ലാമിക തലങ്ങളിലും ഉയർന്ന പഠനങ്ങൾക്ക് അവർക്ക് അവസരം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നല്ല പ്രതീക്ഷയോടെ ഒരുപാട് ഉയർന്ന പ്രതിഭകൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എഴുത്ത് രംഗത്ത് നമ്മുടെ റിസാല, സുന്നി വോയിസ് തുടങ്ങിയ ആനുകാലിക സുന്നി പ്രസിദ്ധീകരണങ്ങളിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ മാസവും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ രചനകളും കവിതകളും നമ്മുടെ വിദ്യാർത്ഥികളുടേതായി പുറത്തു വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരുപാട് എഴുത്തുകാരുണ്ടെങ്കിലും പ്രതീക്ഷ നൽകുന്ന പല കുട്ടികളും മറ്റു പല ദഅവ കോളേജുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഈ മിടുക്കരായ ഇവരുടെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെതിരെ ഉന്നയിക്കുന്ന പല എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും പൊതുസമൂഹത്തിനു കൂടി ബോധ്യമാകുന്ന രൂപത്തിലുള്ള മറുപടികളും ചിന്തകളും അവതരിപ്പിക്കുന്നതിൽ ഈ മിടുക്കരായ ഈ മജ്മഅയുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവർ പലപ്പോഴും വിജയിക്കുന്നുണ്ട് എന്നത് വലിയൊരു സന്തോഷമാണ്. അതേപോലെ ഇപ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് ജോലി ചെയ്യുന്ന സുഹൈൽ സിദ്ദീഖി ആയാലും എഴുത്തിലും സംഘാടനത്തിലും മികവ് പുലർത്തുന്ന ശിഹാബുദ്ദീൻ അസ്ഹരി തുടങ്ങി ഒരുപാട് മിടുക്കന്മാർ ആ വിദ്യാലയത്തിൽ നിന്ന് വളർന്നിട്ടുണ്ട്. അന്നത്തെ ആ സംഘാടകരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മിടുക്കരായ അധ്യാപകർ അവരെ വളർത്തുന്നതിലെടുത്ത അവരുടെയൊക്കെ നിലപാടുകൾ, അതൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ഈ നല്ല വിദ്യാർത്ഥികളെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത്. ഡൽഹി ജാമിയ മില്ലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫിയെ പോലെയുള്ള പ്രഗത്ഭരും അരീക്കോട് മജ്മഅയുടെ സന്തതികളാണെന്നറിയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും ആ സ്ഥാപനത്തിൽ നിന്ന് ദീനിന് ഉപകരിക്കുന്ന ഇത്തരത്തിലുള്ള നല്ല വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ അതിൻ്റെ സാരഥികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദഅവ കോളേജിനു പുറമെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് അരീക്കോട് മജ്മഅ വളർന്നു. നിർധനരും നിരാലംബരുമായ വിദ്യാർത്ഥികൾക്ക് ഇളം പ്രായത്തിൽ തന്നെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന മജ്മഅയുടെ സംരംഭമാണ് സ്കൂൾ ഓഫ് ജൂനിയർ ദഅവ. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ ദത്തെടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 8ാം തരത്തിലേക്ക് അഡ്മിഷൻ നൽകുന്നു.
ഒപ്പം ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയുടെ ഹാദി കോഴ്സ് പൂർത്തിയാക്കാനുള്ള അവസരവും നൽകുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഭൗതികവാദികളുടെയും മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ആശയകേന്ദ്രമായി മാറിയപ്പോഴാണ് അരീക്കോട് മജ്മഅ് പ്രതിരോധ വഴിയെന്നോണം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ പരിശുദ്ധിയും സൗന്ദര്യവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന തരത്തിൽ ഇന്ന് മജ്മഅ് ഇംഗ്ലീഷ് സ്കൂൾ വളർന്നു. വ്യവസ്ഥാപിത മദ്രസ വിദ്യാഭ്യാസം, പാഠ്യേതര വിഷയങ്ങളിലും വ്യക്തിത്വ വികസനത്തിനും പ്രത്യേക പദ്ധതികൾ, വിശാലമായ ക്യാമ്പസ് എന്നിവ മജ്മഅ് ഇംഗ്ലീഷ് സ്കൂളിനെ വേറിട്ട് നിർത്തുന്നു. അനാഥരായ കുട്ടികൾക്ക് സൗജന്യമായി മജ്മഅ് ഇംഗ്ലീഷ് സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. കഫാലത്തുൽ ഐതാം എന്ന പദ്ധതിയിലൂടെ അനാഥരെ LKG ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നൽകി എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് മജ്മഅ് +2 വരെ പഠിപ്പിക്കുന്നു. കാവനൂർ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് മജ്മഇന്റെ ഓഫ് ക്യാമ്പസായി പ്രവർത്തിക്കുന്നു. റൗളത്തുസ് സ്വാലിഹീൻ ദർസും ദഅ്വാ കോളേജുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. +1 മുതൽ 8 വർഷത്തെ ദഅ്വാ കോഴ്സാണ് നജാത്തിലുള്ളത്. കോഴ്സ് പൂർത്തീകരിച്ച് ഉന്നത കലാലയങ്ങളിൽ ബിരുദ പഠനത്തിനായി അയക്കുന്നു. ITI സുന്നി മസ്ജിദിൽ പ്രവർത്തിക്കുന്ന മജ്മഇന്റെ സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ശരിയ. പള്ളി ദർസുകളുടെ പഴയകാല ഓർമ്മകൾ മരിക്കരുത് എന്ന നിശ്ചയത്തിൽ നിന്നാണ് ആ തനിമ നിലനിർത്തി ഇവിടെ സ്കൂൾ ഓഫ് ശരിയ പ്രവർത്തിക്കുന്നത്. 50 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. കുടുംബത്തെയും സമൂഹത്തെയും ആദ്യ പാഠങ്ങൾ നൽകി വളർത്തേണ്ടവരാണ് സ്ത്രീകൾ. മതബോധമുള്ള ഉത്തമ കുടുംബിനികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ സ്ഥാപിച്ച മജ്മഅ് സംരംഭമാണ് മദാർ വിമൻസ് അക്കാദമി. പുതിയ തൊഴിൽ പരിശീലനങ്ങളും പെൺകുട്ടികൾക്ക് നൽകുന്നു. SSLC പാസ്സാകുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ആവിഷ്കരിച്ച സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഹിഫ്ദുൽ ഖുർആൻ. മജ്മഅ് ഇംഗ്ലീഷ് സ്കൂളിൽ 5ാം തരത്തിൽ ഇവർക്ക് അഡ്മിഷൻ നൽകുന്നു. SSLC കഴിയുന്നതോടെ ഇംഗ്ലീഷിൽ നിപുണരായ ഹാഫിദുകളെ സൃഷ്ടിക്കുന്നു മജ്മഅ് സ്കൂൾ ഓഫ് ഹിഫ്ദുൽ ഖുർആൻ. ധാർമ്മികാന്തരീക്ഷത്തിൽ +1, +2 വിദ്യാഭ്യാസം നൽകുന്ന സംരംഭമാണ് മജ്മഅ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗവൺമെന്റ് അംഗീകാരം നേടിയാണ് മജ്മഅ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. സിദ്ദീഖിയ ദഅ്വാ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ കൂട്ടായ്മയായി ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ സെന്റർ രംഗത്തുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് IPC ആണ്. പുസ്തകങ്ങൾ, ഡിജിറ്റൽ മീഡിയ, ഓൺലൈൻ ദഅ്വ, മഹല്ലുകളിലും ഗ്രാമങ്ങളിലുമുള്ള ജനസമ്പർക്കങ്ങൾ തുടങ്ങിയവയിലൂടെ IPC മാതൃകാ ദഅ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സിദ്ദീഖിയ ദഅ്വാ കോളേജിലെ സർഗാത്മക വിദ്യാർത്ഥി കൂട്ടായ്മയാണ് മജ്മഅ് സ്റ്റുഡൻസ് അസോസിയേഷൻ MSA. മജ്മഅിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചി അറിഞ്ഞുള്ള വളർച്ചയ്ക്ക് MSA നേതൃത്വം നൽകുന്നു. MSA വിദ്യാർത്ഥികളുടെ മാത്രം മുൻകൈയാൽ പ്രസിദ്ധീകരിക്കുന്ന സർഗശബ്ദം ദ്വൈമാസിക ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. സർഗശബ്ദത്തിന്റെ ഓൺലൈൻ പതിപ്പും തയ്യാറാക്കുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 2000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു സംവിധാനമായി മജ്മഅ് മാറിയിരിക്കുകയാണ്. സിദ്ദീഖിയ ദഅ്വാ കോളേജ്, ജൂനിയർ ദഅ്വാ കോളേജ്, സ്കൂൾ ഓഫ് ഖുർആൻ, സ്കൂൾ ഓഫ് ശരിയ തുടങ്ങിയ വിവിധ മേഖലകളിൽ ആത്മീയവും ഭൗതികവുമായ സമന്വയ വിദ്യാഭ്യാസമാണ് ഈ സ്ഥാപനം നൽകുന്നത്. അതിനെല്ലാം പുറമെ മജ്മഅ് ഇംഗ്ലീഷ് സ്കൂൾ, മജ്മഅ് ഹയർ സെക്കൻഡറി സ്കൂൾ, നജാത്ത് ഇസ്ലാമിക് ദഅ്വാ കോളേജ്, വിമൻസ് അക്കാദമി തുടങ്ങിയ മറ്റു സംവിധാനങ്ങളും ഈ സ്ഥാപനത്തിന് കീഴിൽ ഇപ്പോൾ നടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനം സയൻസ് അക്കാദമിക്ക് തറക്കല്ലിടുകയാണ്. ആത്മീയ മേഖലകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആധുനിക ചികിത്സാ മേഖലകളിലും ഉന്നത പ്രാവീണ്യം നൽകുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സയൻസ് അക്കാദമിക്ക് തറക്കല്ലിടുന്നത്. ഇങ്ങനെ ബഹുമുഖ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനം ബഹുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകളല്ലാതെ മറ്റു സ്ഥായിയായ ഒരു വരുമാനവും ഈ സ്ഥാപനത്തിനില്ല എന്ന് അറിയിക്കുകയും സഹകരിക്കാൻ മനസ്സുള്ള എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. 3 പതിറ്റാണ്ടിന്റെ കർമ്മവീഥിയിൽ കാലത്തെ അതിജയിച്ചിരിക്കുന്നു അരീക്കോട് മജ്മഅ്.
പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് വ്യത്യസ്തമായ വഴികൾ തെളിയിച്ചിരിക്കുന്നു. ഈ സ്ഥാപനം മുട്ടിട്ട് വളർന്നു പന്തലിക്കും വരെയുള്ള ഓരോ പടിയിലും ചുടുവയിൽ കൊണ്ട നിരവധി പേരുണ്ട്. എല്ലാവരെയും പ്രാർത്ഥനാ മനസ്സോടെ ഓർക്കുന്നു. പ്രതീക്ഷയുടെ ചിറകിലേറി മജ്മ കുതിക്കുകയാണ് പുതിയ ആകാശങ്ങളിലേക്ക്, വേറിട്ട ചുവടുകളിലേക്ക്. സുബ്ഹാനക മാ അഅ്ളമ ശാനക സുബ്ഹാനക റബ്ബി